8ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ചോദ്യപേപ്പറിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്തൊരു ചോദ്യമുണ്ട്. അതെന്താണെന്നറിയോ? തന്നിരിക്കുന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക എന്നുള്ളതാണ്. ഒരു ഉപന്യാസം തയ്യാറാക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം, നമ്മളെല്ലാവരും ഉത്തരം എഴുതാറുണ്ട്. എനിക്കറിയാം, ഞാൻ നോക്കുന്ന പല പേപ്പറുകളും ഉത്തരം കൃത്യമായിരിക്കും, പക്ഷേ ഒരിക്കൽ പോലും തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ ഘടന പാലിച്ചുകൊണ്ടാവില്ല പലപ്പോഴും പലരും എഴുതുന്നത്. ഉപന്യാസം എഴുതുമ്പോൾ അതിനൊരു ഘടനയുണ്ട്. ആ ഘടന പാലിച്ചെഴുതിയാൽ മാത്രമാണ് നിങ്ങൾക്ക് മുഴുവൻ മാർക്കും കിട്ടുക മക്കളെ. കാരണം നിങ്ങളുടെ പേപ്പർ നോക്കാൻ ഒരു ഉത്തര സൂചിക അവിടെ തന്നിട്ടുണ്ട്. അതിലുണ്ടാകും ഈ ഘടനയ്ക്ക് ഇത്ര മാർക്ക്, ഈ ഘടനയ്ക്ക് ഇത്ര മാർക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഉപന്യാസത്തിനുള്ള ടോട്ടൽ മാർക്ക് ഡിവൈഡ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്കൊരു ഉപന്യാസം എഴുതുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? ഉപന്യാസത്തിൻ്റെ ഘടന എങ്ങനെയൊക്കെയാണ്? ആദ്യം നമ്മൾ ഒരു തലക്കെട്ട് എഴുതണം. നമ്മുടെ പേപ്പർ ഇതാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? തലക്കെട്ട് എഴുതണം. തലക്കെട്ട് ഉപന്യാസത്തിന് നിർബന്ധമാണ്. തലക്കെട്ട് എഴുതിയാൽ മാത്രമേ എന്ത് കിട്ടുകയുള്ളൂ? മാർക്ക് കിട്ടുകയുള്ളൂ. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കണം. തലക്കെട്ട് എഴുതാൻ മറക്കരുത്. തലക്കെട്ട്, ശീർഷകം, ഹെഡിങ് എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ശീർഷകമുണ്ടാകണം. ഇത് തലക്കെട്ട് അഥവാ ശീർഷകമുണ്ടാവണം. ഇനി തന്നിരിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു ആമുഖം, എഴുത്തുകാരനെയും തന്ന ചോദ്യത്തെയും നീതി പുലർത്തിക്കൊണ്ടുള്ള ഒരു എന്ത് എഴുതണം? ആമുഖം എഴുതണം. ഇനിയോ തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ ആശയ അവതരണമാണ് മധ്യഭാഗം അഥവാ രണ്ടാമത്തെ പാരഗ്രാഫ്. ആമുഖം ഒരു പാരഗ്രാഫ്, ശീർഷകം എഴുതി ആമുഖം വരെ പാരഗ്രാഫ്. അടുത്ത പാരഗ്രാഫ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ചോദ്യത്തെ ആശയമാണ്. ആ ആശയം വ്യക്തമായി എഴുതാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വ്യക്തമായി എഴുതുമ്പോൾ മാത്രമാണ് ആശയ അവതരണം എന്ന് പറയുന്ന ഭാഗം കൃത്യതയോടുകൂടി ആവുകയുള്ളൂ. പിന്നെയോ ഉപസംഹാരം ഉണ്ടായിരിക്കണം. ഉപസംഹാരം എന്ന് പറഞ്ഞാൽ കൺക്ലൂഷൻ പാർട്ട് ഉണ്ടാകണം. ഈ മൂന്നും നമ്മൾ പാരഗ്രാഫ് തിരിക്കണം. ആമുഖം ഒരു പാരഗ്രാഫ്, ആശയം ഒരു പാരഗ്രാഫ്, കൺക്ലൂഷൻ ഒരു പാരഗ്രാഫ്. കൺക്ലൂഷൻ ഭാഗത്ത് നിങ്ങളുടേതായ അഭിപ്രായങ്ങളും നിഗമനങ്ങളും എഴുതാൻ മറക്കരുത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ഉപന്യാസം വരികയാണ്. ഇന്ന് കലകൾക്ക് വേണ്ട പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? കലകളും മലയാളിയും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. നമുക്കറിയാം, 2ാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും വരിക, അല്ലേ? അപ്പോൾ കലയുടെ വേരുകൾ എന്ന ശീർഷകം നമുക്ക് മുന്നോട്ട് വെക്കുന്നത് മലയാളത്തിലെ പ്രശസ്തമായ ചില കലാരൂപങ്ങളെക്കുറിച്ചാണ്. എന്നതിന് ശേഷം ആ കലാരൂപങ്ങളെക്കുറിച്ച് എഴുതി, അല്ലേ? അത് ഇന്നതൊക്കെയാണ്. ഒന്ന് കളിവിളക്കിൻ്റെ തിരുനാളം എന്ന് പറയുന്ന ഭാഗമാണ്. കലാമണ്ഡലം രാമൻകുട്ടിയുടെ ആത്മകഥയിൽ നിന്നും എടുത്തത്. മറ്റൊന്ന് പാടി വീടാത്ത കടങ്ങൾ, യേശുദാസുമായി നടത്തിയ ഒരു ഇൻ്റർവ്യൂ ആണ്. പിന്നെ മറ്റൊന്നുള്ളത് പാട്ടും, അല്ലേ, ചോറും പാട്ടുമാണ്. ആ ചോറും പാട്ടും എന്ന കൃതി എടുത്തിരിക്കുന്നത് സി.ആർ. ഓമനക്കുട്ടൻ്റെ കഥകൾ എന്നുള്ള ഭാഗത്തു നിന്നാണ്. അതിനുശേഷം ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്ന നോവലിൽ നിന്നും എടുത്ത ലണ്ടൻ ബത്തേരിയിലെ കാഴ്ചകൾ തുടങ്ങിയവയെല്ലാം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കലാരൂപങ്ങളെയാണ് ഈ യൂണിറ്റ് അടയാളപ്പെടുന്നത് ഇൻട്രൊഡക്ഷനായി. അതിനുശേഷം മലയാളി എന്നും കലകളെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവരാണ്. എവിടെയും ഉത്സവ പറമ്പുകളിൽ ആളുകൾ കൂടുകയും ഉത്സവം എല്ലാ അർത്ഥത്തിലും ഉത്സവമാക്കുകയും ചെയ്യുന്നവരായിരുന്നു മലയാളികൾ. മലയാളി എല്ലാ കലകളെയും, തൻ്റേതല്ലാത്ത കലകളെപ്പോലും മലയാളി നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്നു. അതിനുദാഹരണമാണ് ഈ പാഠഭാഗങ്ങളിലെ ആശയം എന്ന് പറഞ്ഞുകൊണ്ട് ആശയം അവതരണം നടത്തി. കൺക്ലൂഷൻ ഭാഗത്ത് എന്നാൽ ഇന്ന് മൊബൈൽ ഫോണിനുള്ളിലെല്ലാം കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ ഉത്സവ പറമ്പുകളിലേക്കോ ഉത്സവങ്ങളെ സ്വീകരിക്കുകയോ ചെയ്യാൻ ഇന്നത്തെ തലമുറ തയ്യാറാവുന്നില്ല. ഉത്സവങ്ങൾ കണ്ടും ഉത്സവ പറമ്പുകളിൽ ഉറക്കമൊഴിഞ്ഞുമൊക്കെയുള്ള ബാല്യം പിന്നിടുമ്പോൾ മാത്രമാണ് നമുക്കുള്ളിലെ കലാകാരൻ ഉണ്ടാവുക. അത് നിങ്ങളുടെ കൺക്ലൂഷൻ പാർട്ടിൽ നിങ്ങളുടെ അഭിപ്രായമാണ്. ഇങ്ങനെ വേണം നിങ്ങൾ എന്തെഴുതാൻ? ഉപന്യാസം എഴുതാൻ. ഭാഗ്യത്തിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഉപന്യാസത്തിൻ്റെ ശീർഷകം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടാവും. അത് തന്നെ എഴുതിയാലും ഒരു കുഴപ്പവുമില്ല. ഈ ശീർഷകത്തിൽ ഉപന്യാസം തയ്യാറാക്കുക എന്നതാണ് വരിക.
അത് പിന്നെ മറ്റൊന്ന് വരാൻ സാധ്യതയുള്ളത് മണ്ണും കൃഷിയും മറക്കുന്ന പുതിയ തലമുറയെക്കുറിച്ചുള്ളതാണ് ജോസഫ് അങ്ങനെയുള്ള പാഠഭാഗങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നത്. അത്തരം പാഠങ്ങളാണ് അല്ലേ. ആ പാഠങ്ങളും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളോട് ചോദ്യങ്ങൾ വരാം. അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണെങ്കിൽ ആദ്യം നിങ്ങൾ ജോസഫിൻ്റെ അവസ്ഥ അല്ലെ, ഇത്തിരി മണ്ണ് തേടിപ്പോകുന്ന ജോസഫിനെ കുറിച്ച് പറയാം. അതുപോലെ തന്നെ അടുത്ത പാഠത്തിലുള്ള അതിനെക്കുറിച്ച് എഴുതാം. അങ്ങനെയുള്ള ഇൻട്രൊഡക്ഷൻ എഴുതി അതിനുശേഷം കാർഷിക വൃത്തി സമ്പന്നമായിരുന്ന ഒരു കാലഘട്ടത്തെ ഇന്ന് ആ കാർഷിക വൃത്തിയെല്ലാം മറന്ന് നാണ്യവിളകളിലേക്ക് നിൽക്കുന്ന മനുഷ്യനാണെന്നുള്ള ആ ഒരു ആശയ അവതരണം എഴുതി തിരിച്ച് വീണ്ടും നിങ്ങളുടെ അഭിപ്രായത്തിലേക്ക് എത്തുമ്പോൾ എന്ത് വേണം? മണ്ണും കൃഷിയും സംരക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. നടന്നു കൊയ്താൽ മാത്രമേ ഇരുന്നുണ്ണാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കഠിനാധ്വാനം ചെയ്താൽ മാത്രമാണ് നമുക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ഭക്ഷണവും ആരോഗ്യത്തോടു കൂടിയുള്ള ജീവിതവും ഉണ്ടാവുകയുള്ളൂ. ഇതാണ് കൺക്ലൂഷൻ പാർട്ട്. ഇങ്ങനെ ഈ ഘടന വെച്ച് തന്നെയാണ് ഉപന്യാസം നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ ആണോ മക്കളെ? അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.